ഓണം ഇങ്ങ് വന്ന് എത്താറായല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റെസിപ്പീസൊക്കെ നോക്കിയാലോ. അപ്പോൾ ഞങ്ങളുടെ കോട്ടയം സൈഡിലേക്ക് തൈര് ഒഴിച്ചിട്ടുള്ള പൈനാപ്പിൾ പച്ചടിക്ക് പകരം നമ്മൾ ഉണ്ടാക്കാറുള്ളത് പൈനാപ്പിൾ മധുരക്കറിയാണ് കേട്ടോ, നല്ല മുന്തിരിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി തന്നെ നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇത് ഓണത്തിന് മാത്രമല്ല കേട്ടോ, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പൈനാപ്പിൾ കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് പൈനാപ്പിൾ തന്നെ ചെറുതാക്കി അരിഞ്ഞ് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്. കാരണം ഇത് വേവ് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് തേങ്ങ വറുക്കുക കേട്ടോ. അപ്പം എടുക്കുന്ന ഒരു കപ്പ് തേങ്ങയുടെ പകുതി തേങ്ങ വറുത്തെടുക്കാം, ബാക്കി പകുതി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് അരഞ്ഞു പോകണ്ട, അത്യാവശ്യം തരിയുള്ള പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ സമയത്ത് നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് കുറച്ച് ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വെന്തുടഞ്ഞു വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. ഈ സമയത്ത് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മധുരക്കറി എന്ന് പേരുണ്ടെങ്കിലും ഇതിന് എരിവും മധുരമൊക്കെ ഇടിച്ചിടിച്ച് നിൽക്കണം കേട്ടോ, എന്നാൽ ആ കറിയുടെ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിയുടെ എരിവും മധുരമൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ശേഷം എന്താ ഒരു 10-12 കറുത്ത മുന്തിരിയും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്താൽ കടുക് കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കറി സെറ്റായിട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ഓണത്തിന് റെസിപ്പീസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.